മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. കൂടാതെ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. തിയറംസ് എല്ലാം നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സെക്കൻഡ് പാർട്ടായിരിക്കും കുറച്ച് കൂടുതൽ പ്രൂഫുകൾ വരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലെ പ്രൂഫുകളും ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്യാനും ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ ട്രയാങ്കിൾ എ ബി സി എ ഡി ഈസ് മീഡിയൻ ആൻഡ് എ ഇ പെർപെൻഡിക്കുലർ ബി സി, then prove that AB square plus AC square equal to 2AD square plus half BC square. First, consider the triangle ABC. Okay, triangle ABC. ABC. AD is the median. Okay, AD is the median. Then AE perpendicular to BC. The perpendicular ആണ് BCക്ക്. അപ്പോൾ AE. We want to prove that AB square plus AC square that is equal to 2AD square plus half BC square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് കൺസിഡർ ദിസ് ട്രയാങ്കിൾ. കൺസിഡർ ദ ട്രയാങ്കിൾ ABE. ഹിയർ AB square that is equal to BE square plus AE square. Okay, then AB square. Here AB square that is equal to BE square. BE square means BD minus ED. BD minus ED whole square. Okay, BE square. BD minus ED that is equal to BE. Then AE square. AE square means AD square minus ED square. Okay, here AD square that is equal to AE square plus ED square. ED square. Triangle AED consider ചെയ്താൽ from here we can write AE square that is equal to AD square minus ED square. Okay, അപ്പോൾ substitute this അല്ലേ, this in here. Okay, then AB square that is equal to BD square plus ED square minus 2BD into ED plus AD square minus ED square. Okay, here AB square that is equal to BD square. Okay, here ED square കട്ട് ചെയ്ത് പോയി. BD square plus AD square minus 2BD in AED. Equation number 1. Okay, then next consider the triangle AEC. അപ്പോൾ triangle AEC consider ചെയ്യാം. Okay, here AC square that is equal to AE square plus EC square. ഇവിടെ here AB square ഫസ്റ്റ് കൺസിഡർ ചെയ്തു, AB square കിട്ടിയ ഇക്വേഷൻ. ദെൻ AC സ്ക്വയറിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, AE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്ന് എഴുതി. ഹിയർ AE സ്ക്വയറിനെ നമുക്ക് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ AC സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു AE സ്ക്വയർ. AE സ്ക്വയർ മീൻസ് AD സ്ക്വയർ മൈനസ് ED സ്ക്വയർ പ്ലസ് ED പ്ലസ് ED പ്ലസ് CD. ED EC. ഓക്കെ, EC സ്ക്വയർ എന്ന് പറഞ്ഞാൽ ED പ്ലസ് CD. ED പ്ലസ് CD ഹോൾ സ്ക്വയർ. ഓക്കെ,
എക്സ്പാൻഷൻ ചെയ്യാം. അതായത് എ ഡി സ്ക്വയർ മൈനസ് ഇ ഡി സ്ക്വയർ പ്ലസ് ഇ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് 2ED ഇൻറ്റു സി ഡി. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ഓക്കെ, കട്ട് ചെയ്താൽ നമുക്ക് എ സി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ പ്ലസ് 2ED ഇൻറ്റു സി ഡി, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. ഓക്കെ, ആഡിങ് ദീസ് 2 equations, then here AB square plus AC square that is equal to AB square plus AC square. Here BD square plus AD square minus 2BD into ED plus AD square plus CD square plus 2ED into CD. Okay, അപ്പോൾ here this is equal to 2 times AD square, 2 times AD square plus BD square plus CD square, BD square plus CD square. That means BD equal to CD ആണ് അല്ലേ. അതായത് ഞാനിവിടെ എഴുതാണ് BD equal to CD. എന്താ റീസൺ? AD is the median അല്ലേ. That means BD equal to CD. അപ്പോൾ 2 times BD square മൈനസ് 2ED ഔട്ട്സൈഡിൽ എടുത്താൽ നമുക്ക് വരുന്നത് BD മൈനസ് സി ഡി ആണ്. BD മൈനസ് സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്തുകൾ ഈക്വൽ ആണ്. BD CD ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ ഇത് 0 ആയി മാറി. അപ്പോൾ ഈ ടേം മുഴുവൻ 0 ആയി മാറി. ഇത് മുഴുവൻ കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ റിമൈനിങ് AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു 2AD സ്ക്വയർ പ്ലസ് 2BD സ്ക്വയർ. Okay, here BD that is equal to half of BC ആണ്. Okay, BD that is equal to half of BC ആണ്. അങ്ങനെയാണെങ്കിൽ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ that is equal to 2AD സ്ക്വയർ പ്ലസ് 2 into half of BCയുടെ സ്ക്വയർ. Okay, this is equal to 2AD സ്ക്വയർ പ്ലസ് 2 into 1/4 BC square. Okay, അപ്പോൾ this is equal to 2AD square plus half of BC square. Okay, ക്ലിയർ അല്ലേ? റീസൺസ് ഒക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 12th question. If P and Q are the points on the sides CA and CB respectively of triangle ABC right angled at C, prove that AQ square plus BP square that is equal to AB square plus PQ square. Okay, P and Q are the points on sides AC and BC of a triangle ABC. അപ്പോൾ ട്രയാങ്കിൾ ABCയിലെ ഒരു പോയിന്റ്, അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ABC. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് അറ്റ് സി തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾഡ് അറ്റ് സി. ഓക്കെ, അപ്പോൾ ഹിയർ ഓക്കെ A, B, C. P and Q are the points. ഇതിലെ പോയിൻ്റാണ് എസിയിലെ പോയിൻ്റാണ് P. ഓക്കെ, അപ്പോൾ P. ഇനി ഇതിലെ പോയിൻ്റാണ് Q. ഓക്കെ, P and Q are the points on the side CA and BC respectively. Then prove that. Okay, P and Q. Okay, we want to prove that. To prove AQ square plus BP square that is equal to AB square plus PQ square ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. Then first consider the triangle ACQ. First triangle ACQ. From here we can write AQ square that is equal to AC square plus CQ square, equation number 1. Okay, then the triangle PCB.
ട്രയാങ്കിൾ പി സി ബി. ഓക്കെ, അപ്പോൾ ബി പി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, എ ക്യു സ്ക്വയറും ബി പി സ്ക്വയറും ആഡിങ് ദീസ് ടു ഇക്വേഷൻസ്, അതായത് എ ക്യു സ്ക്വയർ പ്ലസ് ബി പി സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് സി ക്യു സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, ഫ്രം ഹിയർ എ സി സ്ക്വയർ പ്ലസ് സി ക്യു സ്ക്വയർ, എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ പ്ലസ് സി ക്യു സ്ക്വയർ. ഓക്കെ, from here we can write AC square plus BC square. This BC square group here ingane group here plus CQ square plus PC square. Okay, and group. Okay, here AC square plus BC square that is equal to AB square. AC square plus BC square that is equal AC square plus BC square that is equal to AB square. Okay, അതുപോലെ CQ square that is equal to PC square. നമുക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം അല്ലേ. ഇതിനെ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇവിടെ എന്താ കിട്ടുന്നത്? PQ സ്ക്വയർ കിട്ടി. അപ്പോൾ CQ സ്ക്വയർ പ്ലസ് PC സ്ക്വയർ that is equal to PQ square. Substitute this equation number 3. അപ്പോൾ from here AQ square plus BP square that is equal to AC square plus BC square that is equal to AB square plus CQ square plus PC square that is equal to PQ square. Okay, proved. Okay, then 13th question. Two right triangles ABC and DBC are drawn on the same hypotenuse BC and on the same side of BC. If AC and BD intersect at P, prove that AP into PC equal to BP into DP. എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ടു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സെയിം ബേസ് ആണ്, സെയിം ബേസ്. അപ്പോൾ ഞാൻ ഇതാ ഓക്കെ, സെയിം ബേസായിട്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കരുതുക. ഇനി വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിളാണ്, ഇതും റൈറ്റ് ആംഗിളാണ്, സെയിം ബേസാണെന്ന് പറഞ്ഞിട്ട് ഇത് ബി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എ ഡി, ഈ പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പി ആണ്. യു വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ പി ഇൻറ്റു പി സി ദറ്റ് ഈസ് ഈക്വൽ ടു ബി പി ഇൻറ്റു ഡി പി. ഇതാണ് ടു പ്രൂവ്. ഓക്കെ, ദെൻ സിമിലാരിറ്റി ആണല്ലേ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ സിമിലാരിറ്റിയാണ്. അപ്പോൾ സിമിലാരിറ്റി എന്ന് വെച്ചാൽ ബി പി ഡി പി, അതുപോലെ ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺസിഡർ എ പി ബി എടുക്കാം. ട്രയാങ്കിൾ എ പി ബി ആൻഡ് ട്രയാങ്കിൾ ഡി പി സി. ഈ ട്രയാങ്കിൾസ് രണ്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലാരിറ്റി പ്രൂവ് ചെയ്യാം. ഇത് റൈറ്റ് ആംഗിളാണ്, ആംഗിൾ എ ദറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ദറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പം ആംഗിൾ എ പി ബി ദറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി പി സി. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, vertically opposite angles. Okay, then these two angles are equal, these two triangles are similar. Triangle A P B is similar to triangle D P C. If two triangles are similar, sides are proportional. Okay, sides are proportional. Then AP by DP that is equal to PB by PC that is equal to AB by DC. Okay, അപ്പോൾ AP PC BP DP, take these two. Okay, from equation take these two. അതായത് AP by PD
that is equal to PB by PC. Cross multiply ചെയ്യാം. AP into PC that is equal to PB into PD. Okay. Simple question ആണ്. Prove ചെയ്തു. ഇനി 14th one. In the right angle triangle, B is the point on AC such that AB plus AD equal to BC plus CD. If AB equal to X, BC equal to H and CD equal to D, then find X in terms of H and D. Okay. അപ്പോൾ 14th question. In right angle triangle, B is a point on AC. Okay. Given that, നമുക്ക് ഫിഗർ ഇതാ. Okay, B is a point on AC, then ACD and name chedu. It's a right angle triangle. Then such that AB plus AD that is equal to BC plus CD. AB plus AD that is equal to BC plus CD. ഈ കണ്ടീഷനിലാണ് ഇവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എ ബി ഈക്വൾ ടു എക്സ്, ഗിവൺ ദാറ്റ് എ ബി ഈക്വൾ ടു എക്സ്, ബി സി ഈക്വൾ ടു എച്ച്, ബി സി ഇത്രയും ഭാഗം എച്ച്, ഇത്രയും ഭാഗം എക്സ്, ആൻഡ് സി ഡി എന്ന് പറയുന്ന ലെങ്ത് സി ഡി ദറ്റ് ഇസ് ഈക്വൾ ടു ഡി. ഓക്കെ, ദെൻ ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് എച്ച് ആൻഡ് ഡി. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, then given that ഇതാണല്ലോ given, ഇത് given ആണ്. ഓക്കെ, ഫൈൻഡ് ചെയ്യേണ്ടത് എക്സ് ഇൻ ടേംസ് ഓഫ് എച്ച് ആൻഡ് ഡി. അപ്പോൾ ഞാൻ എ ബി പ്ലസ് എ ഡി ദറ്റ് ഇസ് ഈക്വൾ ടു ബി സി പ്ലസ് സി ഡി. ഓക്കെ, ഫ്രം ഹിയർ എ ഡി ദറ്റ് ഇസ് ഈക്വൾ ടു ബി സി plus CD minus AB. Okay, then AD that is equal to BC means H plus D minus X. Okay, equation number 1 അവിടെ കൊടുത്തു. Then consider the triangle AD square. AD square എടുക്കുകയാണ്. AD square that is equal to AC square plus CD square. ട്രയാങ്കിൾ ഏതാണ്? എ ഡി സി. ഓക്കെ, ഫ്രം ഹിയർ എ ഡി മീൻസ് എച്ച് പ്ലസ് ഡി മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ദറ്റ് ഇസ് ഈക്വൽ ടു എ സി മീൻസ് എ സി ദറ്റ് മീൻസ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. സി ഡി മീൻസ് പ്ലസ് ഡി സ്ക്വയർ, സി ഡി ഡി സ്ക്വയർ. ഓക്കെ, ദെൻ എക്സ്പാൻഡ്. From here h plus d minus x whole square minus x plus h whole square that is equal to d square. Okay, a square minus b square 4. അപ്പോൾ h plus d minus x plus plus h into h plus d minus x minus h that is equal to d square. A square minus b square that is equal to a plus b into a minus b form. Okay, from here ഇതും കട്ട് ചെയ്തു. 2h plus d into d minus 2x that is equal to d square. Okay, ഇനി എക്സ്പാൻഡ് ചെയ്യാണ്. ഇതിനെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ 2hd മൈനസ് 4xh പ്ലസ് ഡി സ്ക്വയർ മൈനസ് 2xd ദറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. ഓക്കെ, ദിസ് ഡി സ്ക്വയർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2hd ദറ്റ് ഈസ് ഈക്വൽ ടു 4xh പ്ലസ് 2xd. ഓക്കെ, 2 എല്ലായിടത്തും കട്ട് ചെയ്തു. അപ്പോൾ എച്ച് ഡി ദറ്റ് ഈസ് ഈക്വൽ ടു 2xh പ്ലസ് എക്സ് ഡി. ഓക്കെ, ഫ്രം ഹിയർ ഔട്ട് സൈഡിൽ എടുത്തു 2x. അപ്പോൾ എച്ച് ഡി ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു
2h plus d. അപ്പോൾ x that is equal to hd by 2h plus d താഴോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എച്ച് ആൻഡ് ഡി. ക്ലിയർ അല്ലേ? ഇനി 15th ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ ഡി ആൻഡ് ഇ ട്രൈസെക്ട് ബി സി. Prove that 8AE square that is equal to 3AC square plus 5AD square. 15th question. 15th question. First given that it is a right angle triangle. Okay. Then the trisect ചെയ്തു എന്ന് പറയുന്നുണ്ട്. That means 3 equal parts ആയിട്ട് ഇവിടേക്ക് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി എ ബി സി ഡി ഇ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഈക്വൽ പാർട്സ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്, ബി ഇ ദറ്റ് ഈസ് ഈക്വൽ ടു 2x, ബി സി ദറ്റ് ഈസ് ഈക്വൽ ടു 3x എന്ന് എടുക്കും. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ ദിസ് ട്രയാങ്കിൾ. First we want to prove that, to prove 8AE square that is equal to 3AC square plus 5AD square. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി വേണ്ട, എ ബി. First consider the triangle ABD. ABD. Then AD square that is equal to AB square plus BD square. Okay. AD square that is equal to AB square plus BD square. BD means x. അപ്പോൾ xൻ്റെ square. Then AD എന്ന് പറയുകയാണെങ്കിൽ into multiplied by 5 here. അപ്പോൾ 5AD square that is equal to 5AB square plus 5x square, equation number 1. Okay. Then next consider the triangle ABE. Here AE square that is equal to AB square plus BE square. AE square that is equal to AB square plus BE. BE means 2x into square. Okay. അപ്പോൾ here we can write AE square that is equal to AB square plus 4x square. Okay. AE 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇതിനെ ഇക്വേഷനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8AE square that is equal to 8AB square plus 32. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32x square, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദെൻ കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സി. ഹിയർ എ സി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ, എ സി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ മീൻസ് 3xൻ്റെ സ്ക്വയർ, 3x whole square. അപ്പോൾ എ സി സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് 9x സ്ക്വയർ. എ സി മൾട്ടിപ്ലൈഡ് ബൈ 3. ഓക്കെ, ഞാൻ 3AC സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 3AB സ്ക്വയർ പ്ലസ് 27x സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ദെൻ ആഡ് equation number AC and AD, AD and AC, then equation number 1 and 3. From equation number, add equation number 1 and 3. 5AD square plus 3AC square that is equal to 3AB square plus 27x square plus 5AB square 5x square. Okay,
then 5AD square plus 3AC square, that is equal to 8AB square plus 32x square, equation number 4. From 4 and 2, from 4 and 2, 8AB square 32x square, 8AB square 32x square is equivalent to 8AE square. അപ്പോൾ 5AD square plus 3AC square, that is equal to 8AE square. Okay. 16th question. Prove that in a right triangle, the square of the hypotenuse is equal to the sum of the squares of other two sides. Using the above result, prove that in rhombus ABCD, 4AB square, that is equal to AC square plus BD square. അപ്പോൾ 16th question. Given that ABCD is a rhombus. Given that ABCD is a rhombus. In rhombus, we know that the diagonal bisect each other at 90 degree. Okay, intersecting point is O. From here, we can write AO, that is equal to OC. അതായത് AO, that is equal to half of AC. Okay, next point, BO, that is equal to OD. That means BO, that is equal to half of PD. Okay, given ആണ്. ഇനി we want to prove that the given. Okay, to prove 4AB square, that is equal to AC square plus BD square. Okay, first consider this triangle. Okay, proof. Consider the triangle ABO. Here AB square, that is equal to AO square plus BO square. Okay, AB square, that is equal to AO means half of AC square plus BO means half of PD square. കഴിഞ്ഞു, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതായത് AB square, that is equal to 1/4 AC square plus 1/4 BD square. ഓക്കെ, 4 കോമൺ ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നാൽ 4AB square, that is equal to AC square plus BD square. Okay, 17th question. Vertical angles of two isosceles triangles are equal if their areas are in the ratio 16:25. Then find the ratio of their altitudes drawn from the vertex to the opposite side. Okay, two isosceles triangles are given. Two isosceles triangles A, B, C. Okay, is perpendicular to D. Then again one more isosceles triangle. Here P, Q, R, 90 degree. Okay, then given that vertical angle are equal, that means angle A, that is equal to angle P. ഇത് given ആണ്. Okay, ഇത് given. പിന്നെ given isosceles triangle എന്നാണ്. That means angle B, that is equal to angle C ആണ്. അതേപോലെ angle Q, that is equal to angle R ആണ്. Okay, first consider the triangle. ABC. Consider the triangle ABC. Then angle A plus angle B plus angle C, that is equal to 180 degree. B equal to C, that means angle A plus 2 angle B, that is equal to 180 degree. Okay, angle A equal to x കൊടുത്താൽ, that means ഇവിടെ ഞാൻ എഴുതാണ്. Here angle A, that is equal to angle P, that is equal to x. These two angles are equal given that. Okay, അപ്പോൾ നമുക്ക് 2 angle B
that is equal to 180 minus angle A. Angle A means x. അതായത് angle B that is equal to 180 minus x by 2. Okay. Equation number 1. Then consider the triangle. Consider the triangle PQR. Then angle P plus angle Q plus angle R that is equal to 180 degree. Q and R are equal. Okay, Q and R are equal. That means angle P plus 2 times angle Q that is equal to 180 degree. 2 times angle Q that is equal to 180 minus angle P. Angle P means x. Okay, x. Then angle Q that is equal to 180 minus x by 2. Equation number 2. From 1 and 2 we can write angle Q that is equal to angle B. Okay. Then consider the triangle ABC and PQR. Consider the triangle ABC and triangle PQR. Here given that vertical angles are equal. Angle A that is equal to angle P, first condition. Second condition, angle Q that is equal to angle P, just proved. Then triangle ABC is similar to triangle PQR. AA similarity theory. Okay, if two triangles are similar, sides are proportional, then we know that area of triangle ABC divided by area of triangle PQR. Okay, this is equal to altitude inde square ni equal aanu, AD square by PE square. Area of triangle തന്നിട്ടുണ്ട്, that means 16 by 25. From here AD square by PE square. Okay, our AD that is AD by PE that is equal to 4 by 5, 25. AD is to PE that is equal to altitude ratio 4:5. Okay. Last question, 18th question. In triangle ABC, AD perpendicular BC and point D lies on BC such that 2DB equal to 3CD. Prove that 5AB square that is equal to 5AC square plus BC square. Okay, ഇത് ട്രൈ ചെയ്യാനുള്ളതാണ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് ABC. അപ്പോൾ AD പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, AD പെർപെൻഡിക്കുലർ ആണ്. പ്രൂവ് ദാറ്റ് 5AB square that is equal to 5AC square plus BC square. Here given that 2BD that is equal to 3CD. Okay, 2BD that is equal to 3CD. That means BD by CD that is equal to BD by CD. That means 3/2 നമുക്ക് റേഷ്യോ കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് BD എന്ന് പറയുന്നത് ഒരു 3x ആണെങ്കിൽ CD ദാറ്റ് മീൻസ് ഒരു 2x കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ BC മീൻസ് നമുക്ക് എഴുതാം BC മീൻസ് 5x. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്യും. ഓക്കെ, ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനുമാണ്. In an equilateral triangle ABC, D is a point on side BC such that BD equal to 1/3 BC. Prove that 9AD square equal to 7AB square. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. അതായത് ട്രയാങ്കിൾ ABC ആണ് തന്നിരിക്കുന്നത്, ABC. ഓക്കെ, ഇത് D പെർപെൻഡിക്കുലർ E ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഹിൻറ്റ് BD ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 BC എന്നാണ്. 1/3 BC. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു.
ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 9AD² ദാറ്റ് ഈസ് ഈക്വൽ ടു 7AB². ഓക്കെ, ഇവിടെ ഒത്തിരി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾസ് എല്ലാം കൺസിഡർ ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ അവസാനിച്ചു. നിയർലി ഒരു 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അറൗണ്ട് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാ മോഡൽസും ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൂഫും തിയറംസും ആയ കാരണം എങ്ങനെ വേണമെങ്കിലും അവർക്ക് അതിനെ മാറ്റി മറിച്ചെല്ലാം ചോദിക്കാവുന്നതാണ്. എങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് എപ്പോഴും ചോദിക്കുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കുക. താങ്ക് യു.